ഈ സ്പീക്കർ സ്ഥാനത്തേക്ക് ചന്ദ്രബാബു നായിഡും നിതീഷ് കുമാറും വല്ലാതെ വാശി പിടിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് സ്പീക്കർ സ്ഥാനം വേണം. കാരണം സ്പീക്കർ ആരാണോ അവർക്ക് ആ സർക്കാരിനെ, പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത ഒരു സാഹചര്യത്തിൽ ആ സർക്കാരിനെ നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ ചന്ദ്രബാബു നായിഡുവും അതുപോലെ തന്നെ ഈ നിതീഷ് കുമാറും സ്പീക്കർ സ്ഥാനത്തിന് വേണ്ടിയിട്ട് അവർ ഞങ്ങൾക്ക് വേണം എന്ന് വാശി പിടിക്കുന്നത്. പണ്ട് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് വരാം. ഈ അവരുടെ ആ വാശി വിജയിക്കുമല്ലോ എന്നുള്ളതാണ് ബുദ്ധിമുട്ടാവും, ഒരു ചോദ്യം. ബുദ്ധിമുട്ടാവും. കാരണം അപ്പോൾ വാജ്പേയി അല്ല, ഇത്തവണ RSSകാർ അധികം കളി കുറച്ച് കൂടിയപ്പോൾ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പണി കൊടുത്തുകൊണ്ട് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാതെ പോയ BJP ആണ്. മനസ്സിലായി? RSSകാർ പണി കൊടുത്തോണ്ടാണ്. അത് പണിയെടുത്തോണ്ടാവും. ഇവിടെ UP 33-34 സീറ്റിൽ ഈ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകളെ നിർത്തി അമിത്ഷാ ഈ 400 കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അത് RSS പറഞ്ഞത് ശരിയാവില്ല, യോഗിയാണ് പറഞ്ഞത്. അങ്ങനെ പക്ഷെ അവരെ തന്നെ നിർത്തി, അവരൊക്കെ തോറ്റു. അതിൽ 3 പേരെ ജയിച്ചിട്ടുള്ളൂ. നിങ്ങൾ ഈ RSS ഒരു സംസ്കാരം ഉണ്ടായി കൊണ്ടുവരിക എന്നുള്ള RSSൻ്റെ അത് രാഷ്ട്രീയ അധികാരമല്ല. അവർ അധികാരത്തെ പുറത്തിരുന്ന സമയത്ത് അവർ ഇന്ദിരാഗാന്ധിനെയൊക്കെ ഉപയോഗിച്ച് അവരുടെ കാര്യം നടത്തിയിട്ടുണ്ട്. ജനതാ പാർട്ടിയൊക്കെ ഒരു പുതിയൊരു സംസ്കാരം ഉണ്ടായി, ഒരു ഹിന്ദുത്വത്തെ അധിഷ്ഠിതമായ ഒരു സനാതന സംസ്കാരം ഉണ്ടായി കൊണ്ടുവരിക എന്നുള്ള അവരുടെ അജണ്ട. അപ്പോൾ അതിൽ ഇപ്പോൾ ഉള്ള പല വർത്തമാനങ്ങൾ അവർക്ക് പിടിക്കുന്നില്ല. ഈ 1999 വാജ്പേയി സർക്കാർ ഒരു വോട്ടിനാണ് താഴെ വീഴുന്നത്. അന്ന് TDPയുടെ GMC ബാലയോഗി, അദ്ദേഹം എനിക്ക് തോന്നുന്നു പിന്നീട് ഹെലികോപ്റ്റർ മരിച്ചു. അന്ന് 269 വോട്ടാണ് വിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ചു, എതിർത്ത് 270 വോട്ട് ലഭിച്ചു. അതിൽ ഒരു വോട്ടെന്ന് പറയുന്നത് അന്നത്തെ ഈ TDP നേതാവാണ് GMC ബാലയോഗി. അന്ന് ഒറീസയുടെ ഈ വോട്ടെടുപ്പിന് കുറച്ച് ദിവസം മുമ്പ് ഒറീസയുടെ മുഖ്യമന്ത്രിയായിട്ട് ഗിരിധർ ഗമാങ് സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ആ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അദ്ദേഹം ലോക്സഭാ അംഗമാണ്. അദ്ദേഹത്തെ വോട്ട് ചെയ്യിക്കരുത് എന്ന് പറഞ്ഞ് ഭരണപക്ഷം സ്പീക്കറോട് ആവശ്യപ്പെട്ടെങ്കിലും പക്ഷേ സ്പീക്കർ അനുമതി കൊടുത്തില്ല. സ്പീക്കർ അദ്ദേഹത്തെ വോട്ട് ചെയ്യാൻ അനുവദിച്ചു. ആ ഒരൊറ്റ വോട്ടിലാണ് ഈ മന്ത്രിസഭ. അപ്പോൾ അത്രയും പ്രാധാന്യം, പ്രത്യേകിച്ച് നമ്മൾ കാണുന്നുണ്ടല്ലോ ചില സഭകളിലൊക്കെ കുറച്ച് പേര് 10-18 പേരെയൊക്കെ ഒറ്റയടിക്ക് പുറത്താക്കി നിർത്തുന്നു, അവിശ്വാസ പ്രമേയം വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വിശ്വാസ പ്രമേയം വരുന്നതിന് മുമ്പ്. അങ്ങനെയൊക്കെയുള്ള അത്രയും പവർഫുള്ളാണ് നിയമസഭയിലായാലും ലോക്സഭയിലായാലും സ്പീക്കറുടെ അധികാരം. അപ്പോൾ അതുകൊണ്ട് കൂടി, അത് മാത്രമല്ല ഈ TDP ആയാലും ഇവർ 2 കൂട്ടരായാലും ഒരു വലിയ അവസരം വരുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറിയേക്കാം. അവരുടെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം പരിശോധിച്ച് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം. അപ്പോൾ അതുകൊണ്ട് കൂടി ആയിരിക്കില്ലേ അവർ സ്പീക്കർ ആകണം, ഞങ്ങൾക്ക് സ്പീക്കർ വേണം എന്നാവശ്യപ്പെടുന്നത്. അല്ല, അവർക്ക് അവരുടെ കളി കളിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ അതുപോലുള്ള കളികൾ കളിക്കാം. അപ്പം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഇന്ത്യ സഖ്യം വന്ന് ഞങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് ഇന്ത്യ സഖ്യത്തിൻ്റെ നല്ല പേർക്സ് മേടിച്ച് കൂട്ടാൻ പറ്റും, നല്ല ക്യാബിനറ്റ് പദവി ഒക്കെ മേടിച്ച് കൂട്ടാൻ പറ്റും. ഒരു കിങ് മേക്കർ ആവണം എന്നുള്ളതാണ്. കിങ് ആവാൻ പറ്റില്ലെന്ന് പറയാം. അത് നമുക്ക് കിങ് മേക്കർ ആയിക്കളയാം. ചില ആളുകളുടെ ഇപ്പോൾ സിനിമയിൽ വരുന്നതിന് മഹാഭൂരിപക്ഷം ആളുകളും സൂപ്പർ സ്റ്റാർ ആവാൻ വേണ്ടി വരുന്ന അങ്ങനെ അവസരം നോക്കി നടക്കും. ചിലപ്പോൾ അവസരം കിട്ടും, അവസരം കിട്ടിയ സിനിമ ഫ്ലോപ്പ് ആവും, അത് അഭിനയിക്കാൻ അറിയില്ല, ഷോക്കടിച്ചാലും ഭാവം വരും. പിന്നെ എന്ത് ചെയ്യുന്ന വെച്ചാൽ സംവിധായകനും കൈമാറും. വലിയൊരു പങ്ക്. ഇപ്പം ഞാൻ പറഞ്ഞ അങ്ങനെ അല്ലാതെ സംവിധായകരാകാൻ വേണ്ടി വന്ന ആളുകളുണ്ട്. ഇപ്പം ജോഷി സാറ്, സിദ്ദിഖ് ലാൽ, ഇവരൊക്കെ സംവിധായകരാകാൻ വേണ്ടി വന്ന ആളുകളാണ്. അമൽ നീരദ്, ഇങ്ങനെയുള്ള ടീമുണ്ട്. വേറെ ചില ആളുകൾ നടനാകാൻ വേണ്ടി വന്നിട്ട് നടക്കാതെ പോയതുകൊണ്ട് സംവിധായകൻ, പ്രിയദർശൻ സംവിധായകനാകാൻ വേണ്ടി വന്ന ആള്. ഫാസിൽ സാർ ആദ്യമൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ എന്ന്, സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെയാണ് മൂപ്പര് സംവിധാനത്തിലേക്ക് വന്നത്. ഇപ്പോൾ സത്യനന്ദിക്കാട് എനിക്കൊന്നും എഴുത്തുകാരൻ സംവിധായകൻ അങ്ങനെ വന്ന ആളുകളുണ്ട്. അങ്ങനെ അവരല്ലേ നടനാകാൻ വന്നിട്ട് പറ്റാതെ. ഇപ്പം നമ്മുടെ മഞ്ജു വാര്യരുടെ സഹോദരൻ മധു വാര്യർ, പിന്നെ അദ്ദേഹം പ്രൊഡ്യൂസറൊക്കെ ആയി. അതെ അതെ അതെ. ഇതിനകത്ത് അതുപോലെ ഈ പറഞ്ഞ കിങ് ആകാൻ പറ്റാത്തതുകൊണ്ട് കിങ് മേക്കർ ആകാൻ ശ്രമിക്കുന്നത്. പക്ഷെ നടക്കിയല്ലെന്ന് ഇവരുടെ കളി പണ്ട് നിർത്തിയ BJP ഒരു ഹോസ്റ്റലായിട്ടുള്ള എക്കോസിസ്റ്റത്തിലായിരുന്നു ഗവൺമെന്റ് ഫോം ചെയ്തിരുന്നത്. ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെ പോയ കോൺഗ്രസിന്റെ പരിലാളനേറ്റ് വളർന്ന് അവർ വളർത്തിക്കൊണ്ടുവന്ന ആളുകളാണ്. ഇത് വാജ്പേയിന്റെ കാലഘട്ടത്തിൽ IAS IPS ഒക്കെ കിട്ടിയ ആളുകളൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. അവർ ഒരു BJP മെന്റാലിറ്റി ഉള്ള ആളുകളാണ്. പിന്നെ മോഡി ഹാൻഡ് പിക്ക് ചെയ്തെടുത്ത ഉദ്യോഗസ്ഥന്മാരാണ്. അപ്പോൾ അതുകൊണ്ട് BJPയുടെ ഒരു ഹിന്ദുത്വ എക്കോസിസ്റ്റമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഈ കിങ് മേക്കർ ആകണമെന്ന് വിചാരിച്ചാലും അത് പിന്നെ ആ നിമിഷത്തെ പറ്റി ആലോചിച്ച് അവർക്ക് സ്വയം ശപിക്കേണ്ടതായിട്ട് വരും. അത് മനസ്സിലാവാതാണ് കളി കളിക്കുന്നത്. പണ്ട് കരുണാകരൻ കിങ് മേക്കർ ആയിരുന്നു, രാജീവ് ഗാന്ധി അങ്ങനെ നാച്ചുറലായിട്ട് കിങ് മേക്കർ ആയിരുന്നു. കരുണാകരൻ കിങ് ആകാൻ താല്പര്യമില്ലായിരുന്നു. കാരണം മൂപ്പര് ഉത്തരേന്ത്യ പൊളിറ്റിക് മൂപ്പരെ കയ്യിൽ നിൽക്കില്ല എന്ന് പറയാം. പ്രധാനമന്ത്രിയാകാൻ വലിയ അവസരം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇതുകൊണ്ടാണ്
അതിത് ഉത്തരേന്ത്യൻ പൊളിറ്റിക്സ് നിങ്ങളെ കയ്യിൽ നിൽക്കുക, നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടല്ലോ മൊത്തം വാരി എടുക്കുന്നത്, ഈ വാരി എടുത്ത് അടിച്ചു കളയും അവർക്ക് ഒന്ന് സൗത്ത് ഇന്ത്യൻസിനെ കണ്ടുകൂടാ. പക്ഷേ എന്നിട്ട് നരസിംഹറാവാണ് അന്ന് പ്രധാനമന്ത്രി. നരസിംഹറാവ് കുറേ കാലം ഉത്തരേന്ത്യ ഉണ്ടായിരുന്നു, കർണാടക ഉത്തരേന്ത്യ ഉണ്ടായിരുന്നില്ല, ഞങ്ങൾക്ക് എല്ലാ കളിയും അറിയാം. പിന്നെ ഉത്തരേന്ത്യ എന്ന് നമ്മൾ പറയും കേരളത്തിൽ നിന്ന് പോകുന്ന പോലെ അല്ല ആന്ധ്രയിൽ നിന്ന് പോകുന്നത്. ആന്ധ്രയിൽ കുറച്ച് ഉത്തരേന്ത്യൻ വേരുകൾ സ്ട്രോങ് ആണ്, അതുകൊണ്ടാണ് കർണാടക വേണ്ടാന്ന് വെച്ചോണ്ടാ. കാനഡിക്ക് ആരെങ്കിലും കൊടുത്താൽ മുമ്പ് മേടിക്കാനും, പക്ഷേ അതിനുള്ള അവസരം ഇന്ത്യക്കാർ ഉണ്ടാക്കി വെച്ചിട്ട് ഒന്ന് ആലോചിച്ചു. അത് ഒരു പ്രതിരോധ വകുപ്പ് വന്ന് അതിൻ്റെ ക്ഷീണം നമുക്ക് ഇപ്പോഴും തീർന്നിട്ടില്ല. നമ്മളെടുക്ക് പാകിസ്ഥാനെക്കാട്ട് പിന്നിലായിരുന്നു നേവൽ പവറിൽ, എയർ പവറിൽ. അമ്മാര് പുതിയ അന്തർവാഹിനിയൊക്കെ മേടിച്ചു ഫ്രാൻസിൻ്റെ കയ്യിൽ നിന്ന്, അമേരിക്കൻ്റെ കയ്യിൽ നിന്ന് F-15 ഒക്കെ മേടിച്ചു. നമ്മൾ പിന്നിലായിരുന്നു. ഇയാളൊരു ഓർഡറും സൈൻ ചെയ്യില്ല, അഴിമതി നടക്കുന്നു പേടി. പിന്നെ നന്ദകുമാർ പറഞ്ഞത് എനിക്കറിയില്ല, അയാളങ്ങനെ വല്ലതും പറയും, പക്ഷേ ഇയാൾക്ക് പേടി, ഇയാൾ സൈൻ ചെയ്യില്ലായിരുന്നു. അപ്പം അവിടെ കിടന്നു. പിന്നെ മോഡി വന്നതിന് ശേഷമാണ് ബൾക്ക് പർച്ചേസ് നടന്നത്. അതാണ് ഇപ്പോൾ അഴിമതി ആരോപണം പറഞ്ഞ് ഇവർ വരുന്നത്. ആകപ്പാട് ചെയ്ത റഫേൽ ഇടപാടാണ്, അത് വലിച്ചു നീട്ടി ഡ്രാഗ് ചെയ്തുകൊണ്ട്. റഫേൽ വരുന്നത് നമ്മുടെ എയർഫോഴ്സിനെക്കാളും സുപ്പീരിയർ ആയിരുന്നു പാകിസ്ഥാൻ എയർഫോഴ്സ്. ഇതിനകത്ത് ഈ അന്നത്തെ ഒരു അനുഭവം 99-ലെ അനുഭവം BJPയുടെ മുന്നിലുണ്ട്. അതായത് സ്വന്തം സർക്കാരിന് സ്വന്തം സ്പീക്കർ വലിച്ചു താഴെ ഇടുകയാണ്, കൊടുക്കില്ല ഗവർണർ. അപ്പോൾ അതെ അനുഭവം ഉള്ളതുകൊണ്ട് ഈ ഗവർണർ സ്പീക്കർക്ക് നമ്മൾ വിചാരിക്കുന്നത് പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാതെ ചാടിച്ചിരിക്കുന്ന പരിപാടിയാണ്. പക്ഷെ ജോസഫ് അലക്സ് അവിടെ വരുമ്പോഴാണ് പ്രശ്നം. ഒരുപാട് കളക്ടർമാരുണ്ടായിരുന്നു, ജോസഫ് അലക്സ് വന്നപ്പോഴാണല്ലോ പ്രോബ്ലം ഉള്ളത്. അധികാരങ്ങൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പറയും. ഒരുപാട് ഇലക്ഷൻ കമ്മീഷണർമാരുണ്ടായിട്ടും TN ശേഷനാണ് ഇത് കാണിച്ചത്. എത്ര കമ്മീഷണർമാരുണ്ടായിട്ടുണ്ട്, ഭരചന്ദ്രനാണ് വെടിവെച്ച് വന്നിട്ടുള്ളത്. അതുപോലെയാണത്. ആ പണിയെടുക്കാൻ അറിയുന്ന ആളുകളെ കയ്യിൽ ഇത് കിട്ടിയ ബുദ്ധിമുട്ടാണ്, അവർക്കത് ഉപയോഗിക്കാൻ പറ്റും. BJP വേണമെങ്കിൽ പകുതി എണ്ണത്തിന് അവർക്കാണെങ്കിൽ ഒരു ദിവസം സഭയിൽ നിന്ന് ഡിസ്ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെ ലളിതാംബിക പറഞ്ഞിട്ട് വന്നിട്ട് ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ട്, കുറച്ച് ദിവസം മുഖ്യമന്ത്രി ആയിട്ടുണ്ട് UP-യിൽ. അയാൾ ഇങ്ങനെ ഈ വിശ്വാസം ചർച്ച ഇങ്ങനെ നീട്ടിക്കൊണ്ട്, അപ്പോൾ ഓരോരുത്തർ ചായ കുടിക്കാനൊക്കെ പോകുമല്ലോ, ഈ സമയം നോക്കി അയാൾ മൊത്തം ഇലക്ഷൻ നടത്തി. എന്നിട്ട് മൊത്തം പങ്കെടുത്ത അംഗങ്ങളിൽ അയാൾക്ക് ഭൂരിപക്ഷം മറ്റും ഉണ്ടായിരുന്നു. അങ്ങനെ ടെക്നിക്കലായിട്ടൊക്കെ അതായത് ഈ മണി മുഴങ്ങുന്ന സമയത്ത് ആളുകൾ അവിടെ ഉണ്ടാകുന്നുള്ളതാണ്, ഡോർ അടയ്ക്കും, പിന്നെ കയറാൻ പറ്റത്തില്ല. അതെ അതെ അതെ. കേരള നിയമസഭയിലും അങ്ങനെ ഏതോ ഒരു ഘട്ടത്തിൽ UDF-ന് ഭൂരിപക്ഷം നഷ്ടപ്പെടേണ്ട ഒരു സമയമുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ. ഒരു ഓടിപ്പിടച്ച് ഒക്കെ വരുമായിരുന്നു, ക്യാൻറ്റീനിലിരിക്കുകയോ ചായ കുടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സമയം. ഉമ്മൻചാണ്ടി വിദഗ്ധനാണ്. ഉമ്മൻചാണ്ടി മാണിസാക്കി ഈ പാർലമെന്ററി ആളുകളെ പോലെ അവർ ഈ പാർലമെന്ററി കാര്യത്തിൽ ഭയങ്കര വിദഗ്ധന്മാരാണ്. ഈ CPM-മാർക്ക് പ്രശ്നം വെച്ചാൽ അവർക്ക് ഇത്തരം കാര്യം ഇപ്പോൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഭയങ്കര വിദഗ്ധന്മാരാണ്. മാണിസാറിനെ പറ്റി പറയുന്നിട്ടുണ്ട്, മാണിസാ ഉമ്മൻചാണ്ടിയൊക്കെ പാർലമെന്ററി കാര്യങ്ങൾ. അല്ല, അതുകൊണ്ടാണല്ലോ അന്ന് ബജറ്റ് അവതരിപ്പിച്ച സമയത്ത് അവര് അവിടെ തന്നെ അവർ പുറത്തു പോകാതെ ഇവര് തടയാനായിട്ട് അവിടെ നിന്നു. പക്ഷേ ഇവരതിനകത്ത് തന്നെ വന്നിട്ട് ബജറ്റ് ഒറ്റവാക്കി അവതരിക്കുന്നു, ലഡു കൊടുക്കുന്നു എന്ന് പറഞ്ഞതുപോലെ. ഇവരൊരു കാര്യം എന്ന് വെച്ചാൽ പിന്നെ ഇവർക്ക് ഇതിലെ പ്രത്യേക പാക്കേജ് ഒക്കെ ചോദിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ വല്ല അമാന്തമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഈ സ്പീക്കർ സ്ഥാനം ഉപയോഗിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുക, അതാണ് ഇവരുടെ പരിപാടി. പക്ഷെ നടക്കുന്നൊന്നുമില്ല, കൊടുക്കാൻ സാധ്യതയില്ല. പിന്നെ അധികം അവർ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവരെ പാർട്ടി പിളരും. അതിനുള്ള പണിയൊക്കെ മോഡി അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ആ ഒരു ഭയം കൂടെ അധികം കളിക്കാതിരിക്കുന്നതാണ്. പണ്ടത്തെ BJP അല്ല ഇപ്പോഴത്തെ BJP. ഇത് BJP ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാനുള്ള ചാൻസ് ഉണ്ടായിട്ടും തൽക്കാലം അവർ ഉള്ളിൽ നിന്ന് തന്നെ ഒരു വേണ്ടാതെ തീരുമാനിച്ചെടുത്ത പണിയാണ്, RSS തീരുമാനിച്ചെടുത്ത പണിയാണ്. എനിക്ക് തോന്നുന്നു കുറെ കഴിയുമ്പോൾ ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷം ഉണ്ടാക്കി എടുക്കുന്നു. കോൺഗ്രസിന് സ്പ്ലിറ്റ് ചെയ്യും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടി സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ RSS ഇപ്പോൾ അതിനൊരു ഗ്രീൻ സിഗ്നൽ കൊടുക്കുന്നില്ല. ഈ ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷം ആകുമ്പോൾ കുറച്ച് അഹങ്കാരം കൂടിപ്പോയി, മെഗലമാന്യം എന്ന് പറയുമല്ലോ. അപ്പോൾ RSS ഒരിക്കലും വ്യക്തിക്ക് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. വ്യക്തിക്ക് എതിരല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ വ്യക്തിക്ക് എതിരല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വ്യക്തികൾക്കെതിരാണല്ലോ, സമൂഹമാണല്ലോ, പാർട്ടിയാണല്ലോ. ഇവർ വ്യക്തിക്ക് എതിരൊന്നല്ല, പക്ഷേ വ്യക്തിയെക്കാട്ടും കൂടെ പ്രസ്ഥാനമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു വ്യക്തിയിലേക്കെല്ലാം കേന്ദ്രീകരിക്കപ്പെടുന്നതും ഈ ക്രിമിനൽ ടെൻഡൻസി ഉള്ള ആളുകളെ പിടിച്ച് MP ആക്കിയിട്ട് ലോക്സഭയിൽ മേധാവിത്വം സ്ഥാപിക്കാൻ ശ്രമിച്ചതൊക്കെ അത് അവർ കുടിച്ചില്ല. അതുകൊണ്ട് അവരിട്ട് ചവിട്ടിയതുകൊണ്ടാണ്. അപ്പോൾ അവർ വേണ്ടാന്ന് വന്നുകൊണ്ടാണ് ഇപ്പോൾ ആരെയും വളർത്താൻ പോകാത്തത്, പിന്നെ നെഗറ്റീവ് ആവും. അത് വിചാരിച്ചിട്ടാണ്, അല്ലെ വളർത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതിന് പക്ഷേ ഇവരെ കയ്യിൽ ഡോവൽ എന്ന് പറഞ്ഞ ഒരാളവിടെ ഇരിക്കണ്ടല്ലോ, ഡോവലാണ് കിങ് മേക്കർ. അത് അങ്ങനെ സാഹചര്യം വന്നാൽ എന്ത് ചെയ്യണം ഡോവലിന് അറിയാം.